ദേവീ ശരണം അമ്മേ ശ്രീതാവും ലോകമാതേ കനിവൊടു തുണ നീയേകണേ നീ വെടിഞ്ഞാൽ സന്താപത്തിയിൽ വേവുന്നടിയനു തുണയായാരുമില്ലേ ജഗത്തിൽ. കാന്താരത്തിങ്കലെത്തി വിരഹവിവശനാമെൻ്റെ കൂട്ടായി വരേണേ. മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം. ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 28-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവുമൊത്ത് നാരദൻ ഗരുഡൻ്റെ മുകളിലേറി യാത്ര ചെയ്ത് കന്യാകുബ്ജം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലത്തിലെത്തിയപ്പോഴവിടെ വിശേഷമായിട്ടുള്ള ഒരു തടാകം, ഒരു സരസ് കണ്ടു. അതിൻ്റെ കരയിൽ ചെന്നിറങ്ങി ഭഗവാൻ പറഞ്ഞതനുസരിച്ച് നാരദൻ ആ സരസിൽ കുളിക്കാനായിട്ടിതാ വിധിപ്രകാരം ചെന്ന് ആ തീർത്ഥത്തിൽ മുങ്ങി എന്ന് പറഞ്ഞ വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഏതായാലും അതിനുശേഷം നടന്ന സംഭവങ്ങളെയാണ് നാരദൻ വ്യാസനോട് വിവരിക്കുന്നത്. ആ നിർമ്മലമായിട്ടുള്ള ജലത്തിൽ ഞാൻ മുങ്ങി, പക്ഷേ മുങ്ങി നിവർന്നപ്പോൾ അത്യത്ഭുതം, എൻ്റെ പുരുഷരൂപം പോയി എന്നാണ് പറയണത്. ഉത്തമമായ നാരീരൂപം ലഭിച്ചു എന്ന് പറയും. അങ്ങനൊക്കെ പുരാണങ്ങളിലെ കഥകളൊക്കെ ഉണ്ട്. നവമസ്കന്ധം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന സമയത്ത് ചവനൻ അശ്വിനി ദേവന്മാർ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ജലാശയത്തിൽ മുങ്ങി അങ്ങോട്ട് പൊന്തിയപ്പോഴേക്കും നിവർന്നപ്പോഴേക്കും അദ്ദേഹം യവനസ്ഥനായി, കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടി എന്നൊക്കെ നമ്മൾ ആ കഥയിൽ കേൾക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധത്തിൽ പോകുന്ന സമയത്ത് ദേവഹൂതി മാതാവ് കർദമ പ്രജാപതി പറഞ്ഞതനുസരിച്ച് ബിന്ദുസരസിൽ ചെന്ന് മുങ്ങി. പക്ഷേ നിവർന്ന സമയത്ത് സർവാഭരണഭൂഷിതയായി സുന്ദരിയായി ഭവിച്ചു എന്നൊക്കെ അവിടെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് പുരാണങ്ങളിൽ കൂടി നോക്കിയാൽ കാണാൻ കഴിയും. അതുമാതിരി ഒരു കഥ ഇവിടെയും. ഏതായാലും ഈ ജലത്തിൽ മുങ്ങി എണീറ്റ നാരദ മഹർഷി ഇപ്പോൾ പുരുഷനായി എന്നാണ് പറയണത്. അപ്പോഴേക്കും എന്താ നടന്നതെന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണു ഇദ്ദേഹം അഴിച്ചു വെച്ച ഇദ്ദേഹത്തിൻ്റെ ആ കൃഷ്ണാജിനം മാന്തോല് കൊണ്ടുള്ള വസ്ത്രവും ഇദ്ദേഹത്തിൻ്റെ മഹതി എന്ന് പറഞ്ഞ വീണയും എടുത്ത് ഗരുഡൻ്റെ പുറത്ത് കയറി മഹാവിഷ്ണു അവിടെ നിന്ന് യാത്രയായി എന്നാണ് പറയണത്. അപ്പോൾ ആ കുളത്തിൽ ആ ജലാശയത്തിൽ മുങ്ങി നിവർന്ന് നോക്കുന്ന സമയത്ത് മഹാവിഷ്ണു ഇല്ല, തൻ്റെ വസ്ത്രമില്ല, വീണയില്ല. ഇദ്ദേഹം നാരദൻ പറയാണ്, അങ്ങനെ മുങ്ങി പുറത്തേക്ക് വന്ന ഞാൻ സർവാഭരണഭൂഷിതയായ നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുത്ത അതിമനോഹരമായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ വന്നത് പുറത്തേക്ക് എന്ന് പറയുക. ആ നിമിഷത്തിൽ തന്നെ എൻ്റെ മനസ്സിലെ പൂർവ്വ ദേഹസ്മരണയും എനിക്കില്ലാതായി എന്ന് പറയുക. താൻ ആരായിരുന്നു എന്നോ ആരുടെ കൂടെ ഇവിടെ വന്നു എന്നോ എന്തിനാ വന്നത് എന്നോ യാതൊരു സ്മരണയും ഇല്ലാതായി നാരദന്. മഹാവിഷ്ണുവിനെ തന്നെ വിസ്മരിച്ചു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഗരുഡാരൂഢനായിട്ടാണല്ലോ വന്നത്. അതൊന്നും ഇപ്പം നാരദന് ഓർമ്മയില്ല. തൻ്റെ വീണയെ പറ്റിയിട്ടോ വസ്ത്രങ്ങളെ പറ്റിയിട്ടോ അതും യാതൊരു ഓർമ്മയുമില്ല. താൻ ബ്രഹ്മപുത്രനാണ് അതും ഓർമ്മയില്ല.
അങ്ങനെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു മോഹിനിയായിട്ടുള്ള ഒരു രൂപം ലഭിച്ച് ഞാൻ ആ തടാകത്തിൽ നിന്നും പുറത്തു വന്ന് ആ സരസിനെ തന്നെ നോക്കി, ധാരാളം താമരപ്പൂക്കളൊക്കെയുള്ള സരസിനെ തന്നെ ഇതാ നോക്കി അതിൻ്റെ ഭംഗിയിലിങ്ങനെ മതിമറന്ന് അവിടെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു സംഭവം അവിടെ ഉണ്ടായത്. ഞാനിപ്രകാരം നോക്കുന്ന സമയത്ത് എൻ്റെ കൺമുമ്പിലായിട്ട് പെട്ടെന്ന് താലധ്വജൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള രഥത്തിൽ കയറിയിട്ട് അവിടെ ആ സരസിൻ്റെ അടുത്തേക്ക് വരിക ഉണ്ടായി. താലധ്വജൻ എന്നാ പേര് ആ രാജാവിൻ്റെ. അദ്ദേഹം നല്ല മന്മഥനെ പോലെ നല്ല സുന്ദരനായിരുന്നു എന്ന് പറയുക ഈ താലധ്വജൻ. നല്ല യുവാവായിരുന്നു, നല്ല ആഭരണങ്ങൾ അടകളൊക്കെ അണിഞ്ഞിരുന്നു. അങ്ങനെ ദിവ്യാഭരണഭൂഷിതനായിട്ട് മന്മഥനായിട്ട് സുന്ദരനായിട്ട് നിൽക്കുന്ന വന്ന അദ്ദേഹം ഇതാ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടു, എന്നെ കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് കണ്ണിമയ്ക്കാതെ എന്നെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മാനുഷസ്യ ച വാകാന്ധേ ഗന്ധർവസ്യ ഉരഗസ്യ ച ഏകാകിനി കഥം ബാലാരൂപ യൗവനഭൂഷിത. നീ ആരാ? മനുഷ്യസ്ത്രീയാണോ? ഗന്ധർവകന്യകയാണോ? അതോ നാഗകന്യകയാണോ? രൂപ യൗവനങ്ങളൊക്കെ തികഞ്ഞ് നീ ഇവിടെ ഏകയായിട്ട് ഇവിടെ എങ്ങനെയാ നിൽക്കുന്നത്? എങ്ങനെയാ വന്നുപെട്ടത്? ആരാ നീയ? പിന്നീട് ചോദ്യം തുടർച്ചയായിട്ട് ചോദിക്കുകയാണ് താലധ്വജൻ, നീ വിവാഹിതയാണോ അതോ കന്യയാണോ? എന്നോട് എന്താച്ചാൽ ആ സത്യമൊക്കെ പറയൂ. ഈ തടാകത്തിലേക്ക് ഇങ്ങനെ ഈ താമരപ്പൂക്കളെയും നോക്കിയിട്ട് ഇവിടെ ആൾ സഞ്ചാരം പോലും ഇല്ലാത്ത ഈ ഭാഗത്ത് തനിച്ച് ഇത്ര ആഭരണങ്ങളൊക്കെ ധരിച്ച് നല്ല വേഷങ്ങളൊക്കെ കെട്ടി നല്ല മനോഹര രൂപത്തിലിരിക്കുന്ന നീയ് ഇവിടെ എങ്ങനെയാ വന്നുപെട്ടത്? നീ എന്തായി നോക്കുന്നത്? ആരാ നീയ് എന്നൊക്കെ ചോദിച്ചു. പിന്നീട് ചോദിച്ചു, എന്താ നിൻ്റെ ആഗ്രഹം? മന്മഥൻ പോലും നിൻ്റെ ഈ രൂപം സൗന്ദര്യങ്ങൾ കണ്ടാൽ മയങ്ങിപ്പോവും എന്നുള്ളതിൽ അതിശയമില്ല. ഇനി നീ വിവാഹം കഴിക്കാത്തവളാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അർദ്ധാംഗനിയാക്കാൻ, എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ ആഗ്രഹിക്കണു. എന്നെ വിവാഹം കഴിച്ച് എല്ലാ സുഖഭോഗങ്ങളും എന്നോടൊത്ത് അനുഭവിച്ച് നിനക്കിവിടെ കഴിയാം ഏകയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ അവളുടെ ആ കുശലങ്ങൾ താലധ്വജൻ എന്ന് പറഞ്ഞ രാജാവ് പറയുന്നതോടുകൂടിയാണ് ഇവിടെ 28ാമത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. തുടർന്നുള്ള കഥകൾ നമുക്ക് അടുത്ത 29ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.